കേരളം മനുഷ്യവാസയോഗ്യമല്ലാത്ത പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു ചോദ്യം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? എന്നാൽ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ശാസ്ത്ര ലോകത്തിൻ്റെ വിലയിരുത്തൽ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ലോകത്ത് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനത്തിൻ്റെ ദോഷം ഏറ്റവും അധികമായി ബാധിക്കാൻ പോകുന്ന പ്രദേശങ്ങളിലൊന്ന് കേരളമാണെന്ന ശാസ്ത്രീയ വിലയിരുത്തലുകൾ വെറും ഭാവനയല്ല. അതിതീവ്രമായ മഴ, പ്രവചിക്കാനാവാത്ത പ്രളയങ്ങൾ, മലനിരകളെ പിളർക്കുന്ന ഉരുൾപൊട്ടലുകൾ, തിളച്ചുമറിയുന്ന അറബിക്കടൽ എന്നിവയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളം ഭാവിയിൽ മനുഷ്യവാസം ദുഷ്കരമാക്കുന്ന ഒരു ഭൂപ്രദേശമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അഥവാ IPCC പുറത്തുവിട്ട 6ാമത് അസസ്മെന്റ് റിപ്പോർട്ട് നൽകുന്ന സൂചനകൾ പ്രകാരം സമുദ്രനിരപ്പിലുണ്ടാകുന്ന വർധനവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കേരളത്തിൻ്റെ തീരങ്ങളെയും മലയോരങ്ങളെയും ഒരുപോലെ വിഴുങ്ങാൻ തയ്യാറെടുക്കുകയാണ്. കേരളത്തിലെ കൊച്ചി പോലെയുള്ള നഗരങ്ങൾ സമുദ്രനിരപ്പ് ഉയർന്ന പ്രതിഭാസത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളാകുമെന്ന് IPCC റിപ്പോർട്ടുകൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കാലാവസ്ഥ, മഴയുടെ ഘടന, സമുദ്രത്തിലെ മാറ്റങ്ങൾ, മണ്ണിൻ്റെ ഘടനയിലുണ്ടായ വ്യതിയാനങ്ങൾ എന്നിവയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളും മലയോരങ്ങളും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഗുരുതരമായ അപകടങ്ങൾക്ക് എങ്ങനെയൊക്കെ വിധേയമാകാൻ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. ട്രാവൻകൂർ ഓപ്പറ ഹൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഇവിടുത്തെ കരഭൂമിയിലല്ല, മറിച്ച് അതിർത്തി പങ്കിടുന്ന അറബിക്കടലിലാണ്. ഇതിനെ ശാസ്ത്ര വിദഗ്ധർ സമുദ്രത്തിനടിയിലെ അദൃശ്യമായ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ പ്രകാരം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത വേഗതയിലാണ് ഇന്ത്യൻ മഹാസമുദ്രം ചൂടാവുന്നത്. 1950-നും 2020-നും ഇടയിലെ 70 വർഷ കാലയളവിൽ ഇന്ത്യൻ മഹാസമുദ്രം ചൂടായതിൻ്റെ തോത് ശാസ്ത്രീയമായി കണക്കാക്കിയിരിക്കുന്നത് ഓരോ നൂറ്റാണ്ടിലും 1.2 ഡിഗ്രി സെൽഷ്യസ് എന്ന നിരക്കിലാണ്. എന്നാൽ ഭാവിയിലെ പ്രവചനങ്ങൾ നമ്മളെയെല്ലാം ഭയപ്പെടുത്തുന്നതാണ്. 2020-നും 2100-നും ഇടയിൽ ഈ താപനില 1.7 മുതൽ 3.8 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് പഠനങ്ങൾ പറയുന്നു. നിലവിൽ സമുദ്ര ഉപരിതലത്തിൽ നിന്ന് 2000 മീറ്റർ, അതായത് 2 കിലോമീറ്റർ ആഴത്തിൽ വരെ ഈ താപം വ്യാപിക്കുന്നുണ്ട്. ഓരോ 10 വർഷത്തിലും 4.5 സെറ്റാജൂൾ എന്ന നിരക്കിൽ കടൽ ചൂട് വലിച്ചെടുക്കുന്നു. ഊർജത്തിൻ്റെയും താപത്തിൻ്റെയും വലിയ അളവുകൾ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ യൂണിറ്റാണ് സെറ്റാജൂൾ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ഒരു സെറ്റാജൂൾ. ഇങ്ങനെ കടൽ വലിച്ചെടുക്കുന്ന ചൂടിൻ്റെ അളവ് ഭാവിയിൽ 16 മുതൽ 22 സെറ്റാജൂൾ വരെയായി കുതിച്ചുയരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും എത്രയോ അധികമാണ്. ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച് ശാസ്ത്രജ്ഞർ നൽകുന്ന ഉദാഹരണം ഇതിലും ഞെട്ടിക്കുന്നതാണ്. വരും ദശാബ്ദങ്ങളിൽ കടൽ വലിച്ചെടുക്കാൻ പോകുന്ന താപം എന്നത് തുടർച്ചയായി 10 വർഷക്കാലം എല്ലാ ദിവസവും ഓരോ സെക്കൻഡിലും ഒരു ഹിരോഷിമ അണുബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജത്തിന് തുല്യമാണ്. ഈ അമിതമായ താപം സമുദ്രജലത്തെ വികസിപ്പിക്കുന്നതും ആഗോളതാപനത്തിൻ്റെ ഫലമായി ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞ് അധികമായി ഉരുകാൻ തുടങ്ങുന്നതും സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമാകുന്നു. അറബിക്കടലിലെ താപനില വർദ്ധിക്കുന്നത് ചുഴലിക്കാറ്റുകളുടെ സ്വഭാവത്തെയും പൂർണ്ണമായും മാറ്റിമറിച്ചു. ഒരു കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ വളരെ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിൽ 80% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ കൊച്ചി പോലെയുള്ള നഗരങ്ങൾ സമുദ്രനിരപ്പ് ഉയർന്ന പ്രതിഭാസത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളാകുമെന്ന് IPCC റിപ്പോർട്ടുകൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. നിലവിൽ കൊച്ചി തീരത്ത് ഓരോ ദശാബ്ദത്തിലും 3 സെന്റിമീറ്ററിലധികം എന്ന നിരക്കിലാണ് സമുദ്രനിരപ്പ് ഉയരുന്നത്. വെറും 3 സെന്റിമീറ്റർ എന്നത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും തീരപ്രദേശത്തിൻ്റെ ചരിവ് പരിഗണിക്കുമ്പോൾ ഓരോ 10 വർഷത്തിലും 17 മീറ്റർ കരഭൂമിയാണ് പൂർണ്ണമായും കടലെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കണക്ക് നിലവിലുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ കൊച്ചിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വൈകാതെ അറബിക്കടലിൻ്റെ അടിത്തട്ടിലാകും എന്നാണ് നിഗമനം. വ്യവസായവൽക്കരണത്തിന് മുമ്പുള്ളതിനേക്കാൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇരട്ടിയാകുന്നതോടെ സമുദ്രനിരപ്പിലെ വർധനവ് പ്രതിവർഷം 3 മില്ലിമീറ്ററിലധികം ആകുമെന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്.
സമുദ്രനിരപ്പ് 1 മീറ്റർ ഉയർന്നാൽ കൊച്ചിയുടെ 169 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതി ചൂണ്ടിക്കാട്ടുന്നു. ആലപ്പുഴ ജില്ലയിൽ 2130ഓടെ സമുദ്രനിരപ്പ് 2.4 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ പ്രായോഗികമായ ദുരന്തങ്ങൾ ഇതിനോടകം തന്നെ കേരളം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ 63% തീരപ്രദേശവും അതിരൂക്ഷമായ കടലാക്രമണ ഭീഷണിയിലാണ്. കാലാവസ്ഥാ അഭയാർത്ഥികൾ എന്ന സങ്കല്പം കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ വലിയതുറ, പൂന്തുറ, ശംഖുമുഖം തുടങ്ങിയ പ്രദേശങ്ങളിലും എറണാകുളത്തെ ചെല്ലാനത്തും നൂറുകണക്കിന് വീടുകളാണ് ഇതിനോടകം കടലെടുത്തത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയതുറയിൽ മാത്രം നിരവധി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. 500-ലധികം മീറ്റർ ദൂരത്തിലുണ്ടായിരുന്ന കടൽ ഇന്ന് ഇവിടുത്തെ മിക്ക വീടുകളുടെയും പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കടൽ ഭിത്തികളും ടെട്രോപോഡുകളും നിർമ്മിച്ച് കടലിനെ തടഞ്ഞു നിർത്താനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ പരിസ്ഥിതിക്ക് കൂടുതൽ കോട്ടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കടൽ ഭിത്തി അവസാനിക്കുന്നിടത്ത് അതിശക്തമായ കടലാക്രമണം ഉണ്ടാകുകയും പുതിയ കരകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ തീരദേശ നിവാസികൾ വരും കാലങ്ങളിൽ കൂട്ടത്തോടെ ഉൾനാടുകളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാകും. കേരളത്തിലെ മഴയുടെ സ്വഭാവം മുൻകാലങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമായി മാറിമറിഞ്ഞു. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന നേരിയ മഴയ്ക്ക് പകരം വെറും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ അളവിൽ വെള്ളം പെയ്തിറങ്ങുന്ന മേഘവിസ്ഫോടനങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ഇന്നുള്ളത്. ആഗോളതാപനം കാരണം അന്തരീക്ഷത്തിന് കൂടുതൽ ഈർപ്പം പിടിച്ചു നിർത്താൻ കഴിയുന്നു. താപനില ഓരോ ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുമ്പോഴും അന്തരീക്ഷത്തിന്റെ ഈർപ്പം വഹിക്കാനുള്ള ശേഷി 7% വർദ്ധിക്കുന്നു. അറബിക്കടലിൽ നിന്ന് വൻതോതിൽ നീരാവി വലിച്ചെടുക്കുന്ന മേഘങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി അതിതീവ്രമായി പെയ്യുന്നു. 2018 മഹാപ്രളയം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. 2018 ഓഗസ്റ്റിൽ പെയ്ത മഴ 1951 മുതൽ 2017 വരെയുള്ള ദീർഘകാല ശരാശരിയുടെ 95ാമത്തെ പെർസെന്റേജിനും മുകളിലായിരുന്നു. നഗരവൽക്കരണവും തണ്ണീർത്തടങ്ങൾ നികത്തിയതും കാരണം വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള വഴികളും അടഞ്ഞിരിക്കുന്നു. കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ ഭൂഗർഭ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ കുറവ് കനത്ത മഴയിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള അതിതീവ്ര മഴയെ ഉൾക്കൊള്ളാനുള്ള ശേഷി കേരളത്തിലെ നദികൾക്കോ അണക്കെട്ടുകൾക്കോ ഇല്ല. വേൾഡ് വെതർ ആട്രിബ്യൂഷൻ പഠനം വ്യക്തമാക്കുന്നത് മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം കാരണം വടക്കൻ കേരളത്തിലെ കാലവർഷ മഴയുടെ തീവ്രത 10% മുതൽ 17% വരെ വർദ്ധിച്ചു എന്നാണ്. ഈ പഠനങ്ങൾ പ്രകാരം ആഗോള താപനില വ്യവസായവൽക്കരണത്തിന് മുൻപുള്ളതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസത്തെ അതിതീവ്ര മഴയുടെ തോത് വീണ്ടും 4% കൂടി വർദ്ധിക്കും. ഈ നില തുടർന്നാൽ കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വർഷത്തിൽ പകുതിയിലധികം സമയവും വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥ സംജാതമാക്കും. തീരപ്രദേശങ്ങൾ സമുദ്രം വിഴുങ്ങുമ്പോൾ കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയായ പശ്ചിമഘട്ടം എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന നിലയിലാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO പുറത്തിറക്കിയ 2023 ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം കേരളം അതിതീവ്ര ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ്. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 14.5% പ്രളയ സാധ്യതാ പ്രദേശങ്ങളും 14.4% ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളുമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ 1848 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം അതിതീവ്ര ഉരുൾപൊട്ടൽ അപകട മേഖലയാണ്. 2024 ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. അർദ്ധരാത്രിക്ക് ശേഷം പെയ്തിറങ്ങിയ 140 മില്ലിമീറ്ററിലധികം വരുന്ന അതിതീവ്ര മഴയാണ് ഈ ദുരന്തത്തിന് കാരണമായത്. സമുദ്രനിരപ്പിൽ നിന്ന് 1544 മീറ്റർ ഉയരത്തിൽ വെച്ച് പൊട്ടിയ ഉരുൾ സെക്കൻഡിൽ 57 മീറ്റർ എന്ന അവിശ്വസനീയമായ വേഗതയിലാണ് താഴേക്ക് കുതിച്ചെത്തിയതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വേഗതയിൽ കുതിച്ചെത്തുന്ന ലക്ഷക്കണക്കിന് ടൺ പാറകളെയും മരങ്ങളെയും ചെളിയെയും തടഞ്ഞു നിർത്താൻ ഭൂമിയിലെ ഒരു മനുഷ്യനിർമ്മിതിക്കും സാധ്യമല്ല. വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾക്കിടയിൽ 62% വനഭൂമി നഷ്ടപ്പെടുകയും പകരം തേയില, കാപ്പി തോട്ടങ്ങൾ 1800% വർദ്ധിക്കുകയും ചെയ്തത് മണ്ണിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി ഇല്ലാതാക്കി. ഉരുൾപൊട്ടലുകളേക്കാൾ ശാസ്ത്രലോകത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു അദൃശ്യ പ്രതിഭാസം കേരളത്തിന്റെ മലയോരങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്.
അതാണ് സോയിൽ പൈപ്പിംഗ് അഥവാ ഭൂമിക്കടിയിലെ തുരങ്കവൽക്കരണം. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭൂമി പിളർന്ന് വീടുകളും മരങ്ങളും താഴേക്ക് പോകുന്ന ഭയാനകമായ അവസ്ഥയാണിത്. ശക്തമായ മഴയിൽ കളിമണ്ണിന്റെ അംശം കൂടുതലുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയും അവിടെയുള്ള മണ്ണിനെ ഒഴുക്കിക്കളഞ്ഞ് വലിയ തുരങ്കങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തുരങ്കങ്ങൾ കാലക്രമേണ വലുതാവുന്നതോടെ മുകൾ ഭാഗത്തെ ഭൂമിക്ക് താങ്ങില്ലാതാവുകയും അത് വൻതോതിൽ ഇടിഞ്ഞു താഴുകയും ചെയ്യുന്നു. കേരളത്തിൽ കണ്ണൂർ, ഇടുക്കി, തൃശൂർ, വയനാട്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ഈ പ്രതിഭാസം വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രകൃതിയുടെ ഈ അപകടത്തിനെ പ്രതിരോധിക്കാൻ നിലവിൽ ഫലപ്രദമായ ഒരു സാങ്കേതികവിദ്യയുമില്ല. പശ്ചിമഘട്ടത്തിൽ നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ആഴത്തിൽ വേരോട്ടമുള്ള സ്വാഭാവിക മരങ്ങൾ വെട്ടിമാറ്റി പകരം കാപ്പി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്തതുമെല്ലാം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ 64% പ്രദേശവും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്നും അവിടെ പരിസ്ഥിതിക്ക് ഗുരുതരമായ ആഘാതമുണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങളും ചില മേഖലകളിൽ നിരോധനവും വേണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടതിന്റെ വലിയ വിലയാണ് കേരളം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ഗണ്യമായ തോതിൽ ബാധിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയായ കാർഷിക മേഖലയെയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന സുഗന്ധവ്യഞ്ജന ഉൽപാദക കേന്ദ്രങ്ങളായ ഇടുക്കിയിലെയും വയനാട്ടിലെയും കാലാവസ്ഥ ഏറെക്കുറെ കാർഷിക പ്രതികൂലമായി മാറിക്കഴിഞ്ഞു. കാർഡമം ഹിൽസ് എന്നറിയപ്പെടുന്ന ഇടുക്കിയിലെ ഏലം കൃഷി സർവനാശത്തിന്റെ വക്കിലാണ്. താപനിലയിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും ഏലത്തെ സാരമായി ബാധിക്കുന്നു. കൂടാതെ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനനുസരിച്ച് പുതിയ തരം കീടങ്ങളും രോഗങ്ങളും വ്യാപകമായി കാർഷിക മേഖലയെ വേട്ടയാടുകയാണ്. സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അന്തരീക്ഷ താപനില ഓരോ ഡിഗ്രി കൂടുമ്പോഴും നെല്ലുൽപാദനത്തിൽ 6% കുറവുണ്ടാവുമെന്നാണ്. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട് ഇന്ന് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. ലോകത്തിലെ തന്നെ അപൂർവമായ കാർഷിക പൈതൃക കേന്ദ്രങ്ങളിലൊന്നായി ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള കുട്ടനാട് സമുദ്രനിരപ്പിനേക്കാൾ താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. ആഗോള താപനത്തെ തുടർന്ന് സമുദ്രനിരപ്പ് ഉയരുന്നതോടെ കുട്ടനാട് പൂർണ്ണമായും ഉപ്പുവെള്ളത്താൽ മൂടപ്പെടാൻ സാധ്യതയുണ്ട്. നദികളിലൂടെ ശുദ്ധജലം ഒഴുകിയെത്തുന്നത് കുറയുകയും കടലിൽ നിന്ന് ഉപ്പുവെള്ളം വൻതോതിൽ കയറുകയും ചെയ്യുന്ന പ്രതിഭാസം കുട്ടനാട്ടിലെ കാർഷിക മേഖലയെ തകർത്തെറിയുകയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന പ്രളയം മൂലം കർഷകർക്ക് പൂർണ്ണമായ വിളനാശം സംഭവിക്കുന്നു. കൃഷി നശിക്കുകയും കുടിവെള്ളം പോലും ലഭ്യമല്ലാതാകുകയും ചെയ്തതോടെ 2018-നും 2020-നും ഇടയിൽ മാത്രം 6000 കുടുംബങ്ങളാണ് കൃഷിയും വീടും നഷ്ടപ്പെട്ട് കുട്ടനാട്ടിൽ നിന്ന് ഉൾനാടുകളിലേക്ക് പലായനം ചെയ്തത്. കേരളം നേരിടുന്ന കാലാവസ്ഥാ ഭീഷണികളെ ശാസ്ത്രീയമായി നേരിടാൻ സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 2023-2030 എന്ന പേരിൽ വിശദമായ ഒരു പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് നൽകുന്ന വിവരങ്ങൾ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ മുന്നറിയിപ്പുകളാണ്. ഈ വിലയിരുത്തൽ പ്രകാരം കേരളത്തിലെ 6 ജില്ലകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്ന അതിതീവ്ര ബാധിത പ്രദേശങ്ങളാണ്. വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, മലപ്പുറം, കൊല്ലം എന്നീ ജില്ലകളാണ് ഈ പട്ടികയിലുള്ളത്. 2050 ആകുമ്പോഴേക്കും കേരളത്തിലെ ശരാശരി താപനില 1 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഇത് 2 മുതൽ 4.5 ഡിഗ്രി സെൽഷ്യസ് വരെയാകാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മാത്രമല്ല, താപനില വർദ്ധിക്കുന്നതിനൊപ്പം രോഗങ്ങളുടെ വ്യാപനവും അതിരൂക്ഷമാകും. പുതിയ തരം വൈറൽ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള അനുകൂല സാഹചര്യമാണ് ഉയർന്ന താപനിലയും കൂടിയ ഈർപ്പവും കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. ഒരു വശത്ത് തിളച്ചുമറിയുന്ന അറബിക്കടൽ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് തീരപ്രദേശങ്ങളെ പൂർണ്ണമായും കാർന്നു തിന്നുന്നു. മറുവശത്ത് പശ്ചിമഘട്ടം സോയിൽ പൈപ്പിങ്ങിലൂടെയും ഉരുൾപൊട്ടലിലൂടെയും ഉള്ളിൽ നിന്ന് തകർന്നടിയുന്നു. ആകാശത്ത് നിന്നാകട്ടെ മേഘവിസ്ഫോടനമായി മഹാമാരി പെയ്യുന്നു. കേരളം അക്ഷരാർത്ഥത്തിൽ പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു മരണച്ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ജനസാന്ദ്രതയും ശാസ്ത്രീയമല്ലാത്ത ഭൂവിനിയോഗവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ പാരിസ്ഥിതിക തകർച്ചയുടെ വേഗത വർദ്ധിപ്പിച്ചു. പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതിരോധ സംവിധാനങ്ങളായ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മഴക്കാടുകൾ എന്നിവ മനുഷ്യൻ തന്നെ നശിപ്പിച്ചതോടെ പ്രളയത്തെയും കടലാക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള കേരളത്തിന്റെ ശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഈ ദുരന്തങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും നിലവിൽ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ഇടങ്ങൾ പോലും അപകട മേഖലകളായി മാറുകയും ചെയ്തേക്കാം. നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഇൻഷുറൻസ് കമ്പനികൾ
വീടുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും പരിരക്ഷ നൽകാൻ തയ്യാറാകാത്ത അവസ്ഥ സംജാതമായേക്കും. കൃഷി പൂർണ്ണമായും നശിക്കുകയും ശുദ്ധമായ കുടിവെള്ളം കിട്ടാക്കനിയാകുകയും സ്വന്തം ഭൂമിക്ക് വിലയില്ലാതാകുകയും ചെയ്യുന്നതോടെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ അവിടം വിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരും. ഇതൊരു ഭാവനയോ അതിശയോക്തിയോ അല്ല. സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെയും താപനില വർദ്ധിക്കുന്നതിൻ്റെയും നിലവിലെ ഗ്രാഫ് ശാസ്ത്രീയമായ വിശകലനം ചെയ്താൽ എത്തിച്ചേരാവുന്ന ഏറ്റവും വ്യക്തവും ഭയാനകവുമായ നിഗമനമാണിത്. പ്രകൃതിയുമായുള്ള യുദ്ധത്തിൽ മനുഷ്യനൊരിക്കലും വിജയിക്കാനാവില്ല. അതിനുള്ള തെളിവുകൾ നാം ഇപ്പോൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരവും കർശനവുമായ പാരിസ്ഥിതിക ഇടപെടലുകൾ നടത്തി പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു അതിജീവന തന്ത്രം ആവിഷ്കരിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വരും തലമുറകൾക്ക് ജീവിക്കാൻ ഈ മണ്ണിൽ ഒരു ഇടമുണ്ടാകില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.